ഒരു 10, 20, 40 വർഷം മുമ്പ് ഒന്ന് ചിന്തിച്ചു നോക്ക്. നാട്ടിലെ കാരണവരിങ്ങനെ വിളിക്കുക, ചെല്ലും. എത്ര കുതിര കളിക്കുന്ന ആളാണെങ്കിലും വിളിച്ച ചെല്ലും, പറയും ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, പ്രശ്നമാണ്, ശരി ശ്രദ്ധിക്കാന്ന് പറഞ്ഞ് പോകും. പിന്നെയും തെറ്റ് ചെയ്താലും അയാളോട് തട്ടുത്തരം പറയില്ല, മാന്യമായി നടന്നു പോകും. ആ സംസ്കാരം, കൾച്ചർ പോയില്ലേ, ആ സഖാഫത്ത് പോയില്ലേ? മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്ന് പറയുന്ന മുറുഇയ്യത്ത് നഷ്ടപ്പെട്ടു പോയില്ലേ? പുതിയ ടീമിനോട് നിങ്ങൾ ഉപദേശിക്ക്. നിഘണ്ടുവിൽ, ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കായിരിക്കും നാവിൽ നിന്ന് പുറത്തു വരിക. പറയേണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോകും. എന്താ അങ്ങനെ? മനുഷ്യനിങ്ങനെ പുരോഗതിയില്ലെന്ന് അവന്റെ ചിന്തകളൊക്കെ, അവൻ പറയുന്നത് ഞാൻ വളരെ പ്രോഗ്രസീവായ ചിന്തകളിലാണ് എന്നാ. ഞാനൊക്കെ വലിയ ആലോചനയിലാണ്. നിങ്ങളൊന്നും വിചാരിക്കുന്ന ലോകത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്നാണ് പുതിയ ടീം പറയുക. അനുസരണമില്ലായ്മ ഇന്നിന്റെ സ്വഭാവമായി നാട്ടിൽ കടന്നു വരികയാണ്. കുറച്ചും കൂടി ആ സൈഡിക്ക് മാറിയിരുന്ന് ഒന്ന് താടിക്ക് കൈവച്ച് ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. കിടക്കുമ്പോ വയറു നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് ബെഡിലേക്ക് ചെന്ന് കിടക്കുമ്പോ ഈ പറഞ്ഞത്, ഇന്ന് ഈ സ്ഥലത്ത് നിന്ന് കേട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ കൊച്ചു സംസാരത്തിൽ അയാൾ പറഞ്ഞത് ആരാകട്ടെ, ഏത് നാട്ടുകാരനാകട്ടെ, കാര്യമുണ്ടോ ഇല്ലേ? ഒന്ന് ആത്മാർത്ഥമായി ഒരു ആത്മവിചിന്തനത്തിന് തന്റെ ഇടത് കൈയും വലത് കൈയൊക്കെ ഇങ്ങനെ നെഞ്ചിലേക്ക്, ഇടത് നെഞ്ചിലേക്ക് ഒന്നിങ്ങനെ ചെരിച്ചു വെച്ചിട്ട്, നെഞ്ചത്ത് കൈവച്ചിട്ട് ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും ഇങ്ങനെ കേൾക്കുമാർ ഒന്ന് ആത്മവിചിന്തനത്തിന്, ആത്മപരിശോധനയ്ക്ക് ഒന്ന് നിങ്ങൾ തയ്യാറായാൽ മനുഷ്യരെ ജീവിതത്തിന്റെ അർത്ഥതലം കണ്ടെത്താൻ പറ്റും. ഉറപ്പാ, ഞാൻ വെറുതെ പറയില്ല. ഈ ജീവിതം വെറുതെയല്ല.